മണ്ഡലവ്രതം ആരംഭിച്ചതോടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നായ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങി. അന്നദാനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തൊടുപുഴയിൽ നിന്ന് പമ്പയ്ക്കുള്ള KSRTC സർവീസുകൾ വൈകാതെ ആരംഭിക്കും. ശബരിമല തീർത്ഥാടകരുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇടത്താവളങ്ങളിലൊന്നാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശബരിമലയിലേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പാതയിൽ സ്ഥിതി ചെയ്യുന്നത് മൂലം ക്ഷേത്രം പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. മണ്ഡലകാലത്ത് ഇവിടെ വിരിവെച്ച് വിശ്രമിച്ച് യാത്ര തുടരുന്ന അയ്യപ്പന്മാർ ഒട്ടനവധിയാണ്. ഇവിടെയുള്ള ശ്രീശാസ്താവിൻ്റെ ശ്രീകോവിലെത്തി വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ച് മാലയിടുന്നവരും നിരവധിയാണ്. മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ആവശ്യമുള്ള മാലകളും പൂജാവസ്തുക്കളും ക്ഷേത്ര പരിസരത്ത് സുലഭമാണ്. കെട്ടുനിറയുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോഴേ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. എന്നാൽ ലേശം വ്യത്യാസം വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 5-6% കൂടുതൽ വന്നിട്ടുണ്ട് അതിൻ്റെ വില. ഇപ്പം ഇന്നൊരു 50 രൂപ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നാണെങ്കിൽ 55 രൂപ ഈ വർഷം വന്നിട്ടുണ്ട്. അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനും എല്ലാ വ്രതാനുഷ്ഠാന കാലത്തും ക്ഷേത്ര പരിസരത്ത് സൗകര്യം ഏർപ്പെടുത്താറുണ്ട്. അന്നദാനവും ഇവിടെ പതിവാണ്. അന്നദാനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആയതായി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം വരെ ഈ ക്ഷേത്രത്തിൽ വരുന്ന അയ്യപ്പന്മാർക്ക് അവർക്ക് കഞ്ഞിയൊടുക്കാനും അവർക്ക് വിശ്രമിക്കാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിൽ നിന്ന് KSRTCയുടെ പമ്പ സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വർഷം തിരക്കേറാൻ സാധ്യതയുള്ളതുകൊണ്ട് മകരവിളക്ക് കാലത്തിന് മുൻപ് തന്നെ സർവീസ് തുടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുവരേക്കും ട്രാൻസ്പോർട്ടുകാർ ഇവിടെ നിന്നും പമ്പയ്ക്കുള്ള സർവീസ് ഇതുവരെ ആരംഭിക്കുന്നതിന് തയ്യാറായിട്ടില്ല. നിലവിൽ അത് ചെയ്യാനുള്ള ബാധ്യത ട്രാൻസ്പോർട്ടിന് ഉണ്ട്. പക്ഷേ അത് ചെയ്യാനായിട്ടുള്ള താമസം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും എളുപ്പം, അതായത് സാധാരണ മകരവിളക്കിനോടനുബന്ധിച്ചാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ ഈ വർഷത്തെ തിരക്ക് പരിഗണിച്ചിട്ട് നേരത്തെ തന്നെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ടു ശബരിമല പമ്പ എന്ന നിലയിൽ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ മാസത്തിൽ തന്നെ, വൃശ്ചിക മാസത്തിൽ തന്നെ പമ്പയിലേക്കുള്ള സർവീസ് ആരംഭിക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ തൊടുപുഴ ശ്രീകൃഷ്ണ ഉപദേശക സമിതിയും ആവശ്യപ്പെടുകയാണ്. പമ്പ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി PT തോമസ് MP വ്യക്തമാക്കി. ശബരിമല ഭക്തരുടെ വർദ്ധിച്ച തിരക്ക് ഇടുക്കി ജില്ലയിലും അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ ശബരിമലയിലേക്ക് തൊടുപുഴ നിന്നും KSRTC സർവീസ് ആരംഭിക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ കോൺഫറൻസിൽ ശബരിമലയ്ക്ക് തൊടുപുഴയിൽ നിന്ന് ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുമളി ഡിപ്പോയിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പോകുന്ന ശബരിമല പത്തനംതിട്ട കഴിഞ്ഞാൽ ഒരു ജില്ലയായ ഇടുക്കി ജില്ലയ്ക്ക് അതിന് ആനുപാതികമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുമളിയിലും വണ്ടിപ്പെരിയാറിലും അടക്കം ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ പോലീസുകാർക്ക് അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, അവർക്ക് അവിടെ മെസ്സ് അനുവദിക്കാൻ ആഭ്യന്തരമന്ത്രി അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശബരിമല ഭക്തന്മാരുടെ കാര്യവുമായി ബന്ധപ്പെട്ട ആ സീസണിൽ നമ്മുടെ ജില്ലയിൽ ചെയ്യാവുന്ന എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ MP എന്ന നിലയിൽ മുന്നിട്ടൊന്ന് പ്രവർത്തിക്കും. ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ അക്കാര്യം ഉണർത്തിച്ചിട്ടുണ്ട്. മണ്ഡലകാലം പുരോഗമിക്കുന്നതോടെ മലയാളികളും അന്യസംസ്ഥാനക്കാരുമായ 100 കണക്കിന് അയ്യപ്പന്മാർ ഇവിടെയെത്തും. കാൽനട യാത്രക്കാരായ സ്ഥിരം തീർത്ഥാടകരും ഈ ഇടത്താവളം സന്ദർശിച്ച് യാത്ര തുടരാനെത്തും.